കരുവാറ്റ മോഡൽ കൊലപാതകം തെലുങ്കാനയിൽ നൽഗോണ്ടയിൽ നടന്നു. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ അവിടുത്തെ ലേഡി പ്രിൻസിപ്പലിനെ കൊന്ന് 2.5 ലക്ഷം രൂപ മോഷ്ടിച്ചു. ചെറുപ്പക്കാരായ കുട്ടികൾ ഇന്ത്യയിൽ പൊതുവെ എല്ലാ സംസ്ഥാനങ്ങളിലും ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് പോകുന്നതും ആൾക്കാരെ കൊല്ലുന്നതും പണം സമ്പാദിക്കുന്നതും നമ്മൾ കണ്ടു തുടങ്ങി. ഈ മാസം 11-ാം തീയതി ആണ് ഈ സംഭവം ഉണ്ടാകുന്നെങ്കിലും അതിനൊരു 4-5 ദിവസം മുമ്പ് നൽഗോണ്ട എന്ന സ്ഥലത്ത്, കാരണം തെലുങ്കാനയുടെ നൽഗോണ്ടയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്, റെസിഡൻഷ്യൽ സ്കൂളാണ്. അതിൻ്റെ പ്രിൻസിപ്പൾ 50 വയസ്സുകാരി കല്ലുരൂപ റെഡ്ഡി എന്ന സ്ത്രീയാണ്. റെസിഡൻഷ്യൽ സ്കൂളാണ്, 10ാം ക്ലാസ് വരെയുണ്ട്. അവിടെ കുട്ടികളുടെ ബാഗ് പരിശോധിച്ചപ്പം ഒരു കുട്ടി 10ാം ക്ലാസ് പഠിക്കുന്നതിൻ്റെ ബാഗിൽ ഒരു മൊബൈൽ ഫോണും കണ്ടു, കുറേ കെട്ട് നോട്ടുകളും കണ്ടു. അവർ അത് കൈക്കലാക്കി, അത് പിടിച്ചെടുത്തു, അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം ഇവനെ പറ്റി സ്കൂൾ അധികൃതർ കാര്യമായ മറ്റ് നടപടിയിലൊക്കെ ഒന്നും പോയില്ല. പക്ഷേ പോലീസ് റിപ്പോർട്ട് ചെയ്തോ ഇല്ലോ നമുക്കറിയില്ല. പക്ഷേ ഇവൻ്റെ ബാഗിൽ ഒരു മൊബൈൽ ഫോണും അതുപോലെ തന്നെ കുറേ കെട്ട് നോട്ടുകളുമുണ്ട്. ഏതായാലും അധികം ദിവസം നീണ്ടില്ല, 3-4 ദിവസം കഴിഞ്ഞ 11-ാം തീയതി ആ 10-ാം തീയതിയോടുകൂടി സ്കൂളിലെ കുട്ടികളുടെ ഫീസെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ടുണ്ട്. 11-ാം തീയതി ആയപ്പോൾ 2-2.5 ലക്ഷം രൂപ. അത് അവരുടെ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട്, ഇവർ സ്കൂൾ റെസിഡൻഷ്യൽ സ്കൂളായിട്ട് അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അവർ അതെല്ലാം കെട്ടി രാത്രി വെച്ചു. അടുത്ത ദിവസം രാവിലെ വീട്ടിലോട്ട് പോകുമ്പം ഈ കാശ് കൊണ്ടുപോകണം. അവർ അടുത്ത ദിവസം രാവിലെ ആയിട്ടും ഈ കല്ലുരൂപ റെഡ്ഡി വീട്ടിൽ വരാത്തതുകൊണ്ട് ഭർത്താവ് അവരെ ഫോൺ ചെയ്തു. ഫോൺ എടുക്കുന്നില്ല. കുറേ നേരം ഫോൺ വിളിച്ചിട്ടും എടുക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ആ സ്കൂളിൻ്റെ അവിടെ പോയി, ഇവരുടെ റെസിഡൻഷ്യൽ പോയി, എന്തെങ്കിലും അപകടം പറ്റി കാണും. ചെന്ന് നോക്കിയപ്പം ഇവർ രക്തത്തിൽ കുളിച്ച് കിടപ്പുണ്ട്. 27 കുത്തുണ്ട്, മരണപ്പെട്ട് കിടക്കുകയാണ്. ഏതായാലും പോലീസിനെ ഉടൻ തന്നെ വിവരം അറിയിച്ചു. പോലീസ് എത്തി അന്വേഷണം തുടങ്ങി. CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു. ഏകദേശം 70ഓളം CCTV ദൃശ്യങ്ങൾ വരുന്ന വഴികളെല്ലാം പരിശോധിച്ചപ്പം ഇവരുടെ വീട്ടിൽ മുഖം മറച്ച ഒരാൾ കയറിപ്പോകുന്നത് കണ്ടു. ഏതായാലും സ്കൂളിലെ ഇങ്ങനെ ഒരു കുട്ടിയുടെ ബാഗിനകത്ത് ക്യാഷ് കണ്ടെന്നും മൊബൈൽ കണ്ടെന്നും ഒക്കെ പറഞ്ഞപ്പം ആ കുട്ടിയെ പറ്റി അന്വേഷിച്ചു. അവനെ ക്വസ്റ്റ്യൻ ചെയ്തു. അവരെ 2 പിള്ളേരെ അവരെ ചോദ്യം ചെയ്തതിനിടയ്ക്ക് അവൻ്റെ വീട് എല്ലാം പരിശോധിച്ചു. അവൻ്റെ ബാഗും അവൻ്റെ മൊബൈലും ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പം ബാഗിനകത്ത് രക്തം പറ്റിയ 2.5 ലക്ഷം രൂപയോളം ബാഗിനകത്ത് കിടക്കുന്നു. 2 പേരെയും അറസ്റ്റ് ചെയ്തു പോലീസ്. അവർക്ക് 15 വയസ്സ് 16 വയസ്സിനിടയ്ക്ക് പ്രായമുള്ളൂ. അവർ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, ചെറുപ്പക്കാരാണ്. പണത്തിന് വേണ്ടി തന്നെയാണ്, മോഷണ സ്വഭാവമുണ്ട്. ഒരാളുടെ 2 വീലർ വാടകയ്ക്കെടുത്താണ് 2 പേരും അതിൻ്റെ പരിസരത്ത് എത്തിയത്. നേരത്തെ തന്നെ മോഷണം നടത്തിയിട്ടുണ്ടാവണം, കാരണം നോട്ടുകെട്ടുകൾ കണ്ടു പ്രിൻസിപ്പൾ. ആ വിവരത്തെപ്പറ്റി പോലീസ് ഇപ്പം അന്വേഷിക്കുന്നു. പോലീസ് ഈ 2 മൈനർ കുട്ടികൾ ഇപ്പം കസ്റ്റഡിയിലാണ്. 10ാം ക്ലാസ്സിൽ പരീക്ഷ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലോട്ട് കയറിയത്, 9 കഴിഞ്ഞ് 10ലോട്ട് കയറിയതേ ഉള്ളൂ കുട്ടികൾ. മദ്യപിച്ച ഈ കുട്ടികളാണ് പല ദിവസം സ്കൂളിൽ എത്തുന്നത്, അല്ലെങ്കിൽ സ്കൂളിൽ വെച്ച് മദ്യപിക്കുന്നുണ്ട്. അവർ ഈ കൃത്യം നടത്തുന്ന സമയത്തും മദ്യപിച്ചിട്ടാണ് വന്നത്. ആ തലമറച്ച് കയറിയത് ഈ 10ാം ക്ലാസ്സിലെ ഇവരെ സ്കൂളിൽ വെച്ച് മൊബൈൽ പിടിച്ച, അവരുടെ മൊബൈൽ അല്ലെങ്കിൽ അവരുടെ ബാഗിനകത്ത് പണം കണ്ട ആ പയ്യൻ തന്നെയായിരുന്നു കൾപ്രിറ്റ്. 27 കുത്തുകൾ അവരുടെ ദേഹത്തുണ്ട്. നമുക്ക് കരുവാറ്റയിൽ അത് തന്നെ, അതെല്ലാം 15-16 വയസ്സുള്ള കുട്ടികളാണ് ആ മർഡർ ചെയ്തത്. അതിനകത്ത് കൊട്ടേഷൻ കൊടുത്ത് നമുക്കറിയാം 13 വയസ്സുള്ള കുട്ടിയാണ്. ഇതേ രീതിയിൽ തന്നെയാണ് ആന്ധ്രയിലെ നൽഗോണ്ടയിലും ഉണ്ടായത്. അത് പണത്തിന് വേണ്ടി തന്നെ ആ പ്രിൻസിപ്പളിനെ, 50 വയസ്സോളമുള്ള അവരെ പ്രിൻസിപ്പളിനെ തന്നെ കുത്തിക്കൊല്ലുമായിരുന്നു. 27 കുത്തുകളുണ്ടെന്ന് വിചാരിച്ചോണം. എന്തായാലും ഇതുപോലത്തെയുള്ള സംഭവങ്ങൾ പൊതുവെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ടാണ് കാണുന്നത്.
കുട്ടികളെ തീർച്ചയായിട്ടും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും മൈനറായ കുട്ടികൾ ധാരാളം ക്രൈം ചെയ്യുന്ന രീതിയിലേക്ക് സമൂഹം മാറിയിരിക്കുന്നു. അതുകൊണ്ട് അടിയന്തരമായി എല്ലാവരും ശ്രദ്ധയുണ്ടായിരിക്കണം. കുട്ടികൾക്ക് നല്ല ക്ലാസ്സുകൾ കൊടുക്കണം, അവരെ ഉപദേശിക്കണം, മാത്രമല്ല അവരുടെ മൊബൈൽ പരിശോധിക്കണം, എല്ലാ കാര്യത്തിലും ചലഞ്ച് ചെയ്യണം. എന്തിനാണ് ഈ കുട്ടികൾ ഈ സാധനം മോഷ്ടിച്ചുകൊണ്ട് പോയാൽ പോരെ, അവരെ കൊല്ലുന്നത് എന്തിനാണ്? അത് ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകളും ക്രൈം റിലേറ്റഡ് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് എവിഡൻസ് നശിപ്പിക്കാൻ ആൾ മരിച്ചു കഴിഞ്ഞാൽ വിവരം പറയില്ലല്ലോ എന്നൊക്കെയാണ് അവരുടെ ചിന്താഗതികൾ. അതുകൊണ്ടാണ് കുട്ടികളെല്ലാം കൊലപാതകത്തിലേക്ക് പോകുന്നത്. ആൾ ജീവിച്ചിരിക്കണമെങ്കിൽ മാത്രമല്ലേ ഇവരെപ്പറ്റി കണ്ടു എന്നുള്ള വിവരങ്ങളൊക്കെ പറയുള്ളൂ. അതായിരിക്കണം കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത. അതുകൊണ്ടാണ് ഒരു കാര്യവുമില്ലാതെ പണം മോഷ്ടിച്ചുകൊണ്ട് പോയാലും ശരി ആളെ കൊല്ലുന്നത്. തെളിവുണ്ടാകാതിരിക്കാനും അവരെയൊക്കെ പിടിവീഴാതിരിക്കാനും ഒക്കെ അവരെ ചെറുപ്രായത്തുള്ള ചിന്തകൾ, പക്വത വരാത്ത ചിന്തകളിൽ നിന്നാണ് ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നതും പിടിക്കപ്പെടില്ല എന്ന ബോധ്യം അവരുടെ മനസ്സിലേക്ക് തോന്നുന്നതും. എന്തായാലും കരുവാറ്റ മോഹൻ്റെ ഒരു സംഭവം തന്നെയാണ് നൽഗോണ്ടായിലെ തെലുങ്കാനയിലുണ്ടായിരിക്കുന്നത് എന്ന് നമ്മൾ കാണണം. കാരണം ഇത് എവിടെ വേണമെങ്കിലും കുട്ടികൾ അത് ആവർത്തിക്കാം. അത് തന്നെയല്ല, 10ാം ക്ലാസ്സിനകത്തുള്ള വലിയ ക്രൈം ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്, അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള ചിന്തയുണ്ട്. അങ്ങനെയുള്ള ക്രൈമുകളൊക്കെ ദൈനംദിനം അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആരുടെ കുട്ടികളായാലും എല്ലാ കുട്ടികളെയും നമ്മൾ ഇതേ കാഴ്ചപ്പാട്, ഇതേ കണ്ണുകൊണ്ട് കാണണം. അവരുടെ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കണം, അവരുടെ കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കണം.